ഓക്കെ, 8 മാർക്കിൻ്റെ ചോദ്യം. ഇത് മെറ്റീരിയൽ വാല്യൂ ഇതിൻ്റെ മെയിൻ ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ പേരാണ് എന്ത്? എക്സ്. ഓക്കെ, ഇതിനുപയോഗിക്കുന്ന റോ മെറ്റീരിയൽ ABC ഒക്കെ എത്ര വെച്ചിട്ടാണ്? 2 കിലോഗ്രാം വെച്ചിട്ട്. A 2 കിലോഗ്രാം വേണം, B 2 കിലോഗ്രാം വേണം, C 2 കിലോഗ്രാം വേണം. ചോദ്യം ഇതാണ്, ഓപ്പണിംഗ് സ്റ്റോക്ക് ഒന്നുമില്ല. ആയിക്കോട്ടെ, താഴത്തെ ട്രാൻസാക്ഷൻ പറഞ്ഞിട്ടുണ്ട്. A സപ്ലയർ ചാർജ്. അപ്പോൾ ഇത് ഏതിൻ്റെയാണ്? പ്രൊഡക്റ്റ് എയുടെ കഥയാണ് ഫസ്റ്റത്തെ. ഏസ് എന്ന് പറഞ്ഞാൽ എ സപ്ലയർ എന്നല്ല ഉദ്ദേശിച്ചത്. നമ്മൾ എ മേടിക്കുന്ന ആ സപ്ലയറില്ലേ, എ എന്നുള്ള റോ മെറ്റീരിയൽ നമുക്ക് തരുന്ന ആൾ. അപ്പോൾ അത് എയുടെയാണ്. ഇത്രയും സാധനം എയുമായി ബന്ധപ്പെട്ടതാണ്. നമ്മൾ എയും ബിയും സിയും മേടിച്ചിട്ടാണ് ഏത് ഉണ്ടാക്കേണ്ടത്? എക്സ് ഉണ്ടാക്കേണ്ടത്. ബിയുടെ ആണ് ഇത് അടുത്ത്. ഇതുവരെ ഏതുമായി ബന്ധപ്പെട്ടതാണ്? ബിയുടെ. പിന്നെ ഇത് ഏതിൻ്റെ? സിയുടെ. എന്നിട്ട് അവരെന്താ പറഞ്ഞുള്ളത്? മെറ്റീരിയൽ വേർ ഇഷ്യൂ ടു പ്രൊഡക്ഷൻ ആസ് പെർ റിക്വയർമെൻറ്റ്. നമ്മൾ കുറേ മേടിക്കും, എന്നിട്ട് എപ്പോഴാണ് ആവശ്യമുള്ള അപ്പം എന്ത് ചെയ്യും? ഇഷ്യൂ ചെയ്യും. കമ്പ്യൂട്ട് ദ മെറ്റീരിയൽ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് എക്സ് കറക്റ്റഡ് 2 ഡെസിമൽ പ്ലേസ്. പോയിന്റ് ശേഷം എന്ത് ചെയ്യണം? 2333 എന്നൊക്കെ കണ്ടാൽ ഏതാക്കണം? 0.23 അവസാനിപ്പിക്കണം. 2 റൗണ്ട് ചെയ്തണം എന്നാണ് ഉദ്ദേശം. ഓക്കെ, യൂസിങ് ജനറലി അക്സെപ്റ്റഡ് കോസ്റ്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ഫോർ മെറ്റീരിയൽ കോസ്റ്റ് ആൻഡ് ഗിവിങ് ദ ബ്രേക്കപ്പ് ഓഫ് ഈച്ച് റോ മെറ്റീരിയൽ. സംഗതി ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതിന്ന് വരട്ടെ. ഓക്കെ, നമുക്ക് ഇനി എയും ബിയും ഓരോന്നും ഒരുമിച്ച് ചെയ്യാം. എ എന്താ പറഞ്ഞത്? 10,000 റുപ്യ കൊടുത്തു. എത്ര കിലോഗ്രാമിന്? 100 കിലോഗ്രാം. മാത്രമല്ല ഇൻഷുറൻസ് 600 ഉണ്ട്, പിന്നെ എത്രയുണ്ട്? 800 ഉണ്ട്. ഓൾറെഡി മെറ്റീരിയൽ വാല്യൂ എന്നൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഫസ്റ്റ് 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നില്ലേ? അല്ലടാ, ഒരു DP 1 പിന്നെ ഒരു പെപ്പ് 1 ക്ലാസ്സിൽ ചെയ്തിരുന്നില്ലേ? ഓക്കെ, പക്ഷെ ഇവിടെ എന്ത് ചെയ്തിട്ടില്ല, മെറ്റീരിയൽ വാല്യൂ എന്ന് മാത്രമല്ല ഇവിടെ മെയിൻ സാധനം എന്താണ്? എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞുള്ളത്? കോസ്റ്റ് ഓഫ് അല്ലേ, കമ്പ്യൂട്ട് ദ മെറ്റീരിയൽ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് എക്സ്. അപ്പോൾ കമ്പ്യൂട്ടേഷൻ ഓഫ് പെപ്പേത 90, കമ്പ്യൂട്ടേഷൻ ഓഫ് മെറ്റീരിയൽ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് എക്സ്. എന്തൊക്കെയാണ് മെറ്റീരിയൽ വേണ്ടത്? എ വേണം, ബി വേണം, സി വേണം. എ എത്ര കിലോഗ്രാം വേണം? 2 കിലോഗ്രാം ഇൻറ്റു എയുടെ റേറ്റ്. ബി എത്ര കിലോഗ്രാം വേണം? 2 കിലോഗ്രാം അല്ലേ? അങ്ങനല്ലേ, എല്ലാത്തിനും 2 കിലോഗ്രാം എന്നാണ് പറഞ്ഞു. എന്നിട്ട് ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് നമ്മുടെ എമൗണ്ട്. സിമ്പിൾ. അപ്പം എന്ത് കണ്ടാൽ എന്താ മതി? എ ഡിയും ബി ഡിയും സി ഡിയും എന്ത് കണ്ടാൽ മതി? റേറ്റ് കണ്ടെത്തിയാൽ മതി. ഓക്കെ അല്ലേ? വർക്കിംഗ് നോട്ട് നമ്പർ 1 ഏതാണ്? എഫക്റ്റീവ് പ്രൈസ് ഓഫ് ഏതാ? മെറ്റീരിയൽ ഏതാണ്? എ. കാണാം, സിമ്പിളാണ്. എത്രയാണ്? ക്വസ്റ്റ്യൻ വായിക്കുക നിങ്ങൾ. എത്ര റുപ്യാണ് അവിടെ കൊടുത്തുള്ളത്? മെറ്റീരിയൽ എക്ക് ഇൻവോയ്സ് പ്രൈസ് അല്ലേ? അവിടെ കൊടുത്ത പ്രൈസ് എത്ര റുപ്യ? 10,000 അല്ല മുത്തുമണികളെ? എന്നിട്ട് ഇൻഷുറൻസിൻ്റെ എമൗണ്ട് ആഡ് ചെയ്തിട്ടുണ്ട്. എത്രയാ? 600. പിന്നെ ഫ്രൈറ്റ് ചാർജ് ഉണ്ട്, അതും ആഡ് ചെയ്യുന്നുണ്ട്. എത്രയാ? 800. അപ്പോൾ ആകെ മൊത്തം ടോട്ടൽ എത്ര വരും? 11,400 ടോട്ടൽ കോസ്റ്റ്. ഓക്കെ അല്ലേ? പെർ യൂണിറ്റ് കോസ്റ്റ് എങ്ങനെ കാണാം? 11,400 ഡിവൈഡഡ് ബൈ എത്ര യൂണിറ്റിനത് വേണ്ടി വന്ന്? 100. അപ്പോൾ എത്ര വരും? 114. സിമ്പിൾ. മുകളിൽ കൊണ്ടുപോയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 114. അപ്പോൾ എത്ര വരും? 228 വരും. ഓക്കെ അല്ലേ? വർക്കിംഗ് നോട്ട് നമ്പർ ഏതാണ്? 2. ഏതിൻ്റെ വേണം? കോസ്റ്റ് ഓഫ് ബിയുടെ വേണം. ഫുള്ളായിട്ട് എഴുതാം. ബി നമുക്ക് വായിക്കണം, ശ്രദ്ധിക്കണം. ബി എന്താ? നിങ്ങൾ എത്ര റുപ്യ കൊടുത്തത് അവിടെ? 12,000. ഓക്കെ അല്ലേ? ഇൻവോയ്സ് പ്രൈസ് എത്രയാണ്? 12,000 കേട്ടോ. എത്ര കിലോഗ്രാമിനാ? 100 കിലോഗ്രാം.
അല്ലേ? മനസ്സിലുണ്ട്. ഇത് എത്രയാണ്? 400 കിലോഗ്രാം ലോസ് ഉണ്ട്. പിന്നെ ഏത് വരുന്നുണ്ട്? ഫ്രൈറ്റ് വരുന്നുണ്ട്. എത്ര ഫ്രൈറ്റ് വരുന്നത്? ഓക്കേടാ, സോറി. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് എന്ത് ചെയ്യണ്ട, അത് എഴുതണ്ട. ഗ്രേറ്റ്. അടുത്തത് നോർമൽ ഇവാപ്പറേഷൻ സംഭവിച്ചിട്ടുണ്ട്. എത്ര ശതമാനം? 10%. അപ്പോൾ നമുക്ക് എത്ര കിട്ടുള്ളൂ? നോർമൽ ഇവാപ്പറേഷൻ സംഭവിച്ചാൽ 90 കിട്ടുള്ളൂ. അയ്യോ, അതിനിപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റർ എടുത്ത് 100 കിലോഗ്രാമിൻ്റെ. ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ട് ഇങ്ങനെ ആക്കി എഴുതാം. നോക്കിടാ, ഇൻവോയ്സ് പ്രൈസ് നമ്മളവിടെ അടച്ചത് എത്രയാണ്? 12,000 രൂപയാണ്. അത് എത്ര യൂണിറ്റിനാണ്? പറയും. 100 യൂണിറ്റിന്. കുഴപ്പമില്ലല്ലോ. എന്നിട്ട് നമ്മളിനി മൈനസ് എന്ത് ചെയ്യാൻ പോവാണ്? നോർമൽ ലോസ്. എത്ര യൂണിറ്റ് നോർമൽ ലോസ്? 100ൻ്റെ 10%. എത്രയാണ്? 10. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയേ ഉള്ളൂ? 90 ആണ്. അപ്പോൾ ഈ 12,000 എത്ര യൂണിറ്റിന് വേണ്ടിയിട്ടുള്ളതാ? 90. സംശയം ഉണ്ടോ നിങ്ങൾക്ക്? ഒന്നുകൂടെ വ്യക്തമാക്കി തരാം. ഞാൻ എഗ്ഗ് മേടിച്ചു. എത്ര എഗ്ഗ് മേടിച്ചത്? 100 എണ്ണം. എത്ര എണ്ണം മേടിച്ചു? 100 എണ്ണം. അപ്പോൾ ഒരു എഗ്ഗിന് എത്ര രൂപ ആയിട്ടുണ്ടാവും? 12,000 ഡിവൈഡ് ബൈ 100. എത്ര രൂപ? 120 രൂപ. ആനയുടെ എന്ന് വിചാരിച്ചാൽ മതി, വില കൂടും. ഓക്കെ അല്ലേ? അപ്പോൾ 120 രൂപയാണ് ഒരു എഗ്ഗിന്. ക്ലിയർ ആണോ? പക്ഷെ ഇവിടെ എത്തുമ്പോൾ പൊട്ടി. എത്ര എണ്ണം പൊട്ടി? 10 എണ്ണം അല്ലേ? എത്ര എണ്ണം ഇപ്പോൾ നമ്മുടെ അടുത്തുള്ളൂ? എഫക്റ്റീവ്ലി 90 ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ഒരു എഗ്ഗിന് എത്ര രൂപ എന്നാണ് പറയേണ്ടത്? 12,000 ഡിവൈഡഡ് ബൈ 90. എത്ര വരും? 133 കൂടും. ഇത് കൂടിയ പ്രശ്നം ഉണ്ടോ? ക്ലിയർ? കൂടിയ പ്രശ്നം പറയുന്ന ആളോട് പറയാം എന്ത്? നിങ്ങൾ പോയി മേടിച്ചു കൊടുത്തോളൂ. ആര് പോയി മേടിച്ചാലും എന്ത് ചെയ്യും? പൊട്ടും. മുട്ട പൊട്ടും, ഉറപ്പാ. ഓക്കെ അല്ലേ? യെസ്. ഇനി കഴിഞ്ഞിട്ടില്ല. ഒരു ആക്സിഡന്റ് സംഭവിച്ച ഒരു അബ്നോർമൽ ലോസ് വന്നിട്ടുണ്ട്. ഫർദർ അബ്നോർമൽ ലോസ് വീണ്ടും എത്ര വന്നിട്ടുണ്ട്? ഓക്കെ അല്ലേ? അപ്പോൾ മൈനസ് ഏതാണ്? ശ്രദ്ധിച്ചോട്ടാ. അബ്നോർമൽ ലോസ് എത്ര യൂണിറ്റാ? 20. അപ്പോൾ നമുക്ക് എഫക്റ്റീവ്ലി എത്ര യൂണിറ്റാണ് കിട്ടിയത്? 70. അപ്പം ഞാൻ ചോദിക്കട്ടെ, അതിന് ഈ എമൗണ്ട് കുറയ്ക്കണം. അപ്പോൾ നമ്മളിനി പുതിയ എമൗണ്ട് എത്ര പറയാം? 12,000 ഡിവൈഡഡ് ബൈ 70 അല്ലേ? അടിച്ച 12,000 ഡിവൈഡ് ബൈ 70 എത്ര? പറ്റൂല. നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി വെച്ചുള്ളല്ലേ? അല്ലെങ്കിൽ ആക്സിഡന്റ് ആയിട്ടും എത്ര എണ്ണം പൊട്ടി? 20 എണ്ണം പൊട്ടി. 100 എണ്ണം പൊട്ടി. ഇവിടെ എത്തുമ്പോൾ എത്ര ഉള്ളൂ? 20. അപ്പോൾ എനിക്ക് അത് വിൽക്കുന്ന ആളുടെ അടുത്ത് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നോർമൽ ലോസേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ അബ്നോർമൽ ലോസിന്റെ വാല്യൂ കാണണം. എങ്ങനെ കാണും? സിമ്പിൾ അല്ലേ? 12,000 ഡിവൈഡ് ബൈ 90 × 20 എത്ര വരും? 2,666.67. ലെസ് ചെയ്താൽ കിട്ടുന്ന എമൗണ്ട് എത്ര? നെറ്റ് കോസ്റ്റ് 333.33. അപ്പോൾ കോസ്റ്റ് പെർ യൂണിറ്റ് എങ്ങനെ കാണാം? 9,333.33 ഡിവൈഡ് ബൈ 70 എത്ര വരും? 133.33. ഓൾറെഡി നമ്മൾ കണ്ടതാണ്. മുകളിൽ കൊണ്ടുപോയിട്ട് എഴുതാം. 133.33. സിമ്പിൾ. ഇൻറ്റു 2 കിലോഗ്രാം അടിച്ച് എത്ര വരും? 266.67. 2 ഡിസ്മെല്ല് ഇതൊക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ ഫസ്റ്റത്തേൽ നമ്മൾ ഏതാ പഠിച്ചേ? ഫസ്റ്റത്തേൽ നോർമൽ ലോസ് ഇല്ല. ഫസ്റ്റത്തേൽ ലോസ് ഒന്നുമില്ല. സെക്കൻഡിൽ ഏത് പഠിച്ചു? നോർമൽ ലോസും പഠിച്ചു. പിന്നെ ഏതാ? അബ്നോർമൽ ലോസും പഠിച്ചു. ഇനി വെറൈറ്റീസ് ആണ് വരുന്നത്. നമ്മൾ സാധാരണ കാണാത്ത ഒന്നാണ് എന്ത്? DC. റിക്കവറി 200 രൂപ റിക്കവർ ചെയ്യുന്നുണ്ട്. ആയിക്കോട്ടെ, ശരി. അപ്പോൾ അബ്നോർമൽ ലോസ് എത്രയാ? നല്ലതാണ്, പറഞ്ഞു തന്നെ. ഗ്രേറ്റ്. അബ്നോർമൽ ലോസ് എത്രയാ? 2,666.67 മൈനസ് അതിൽ നിന്ന് എന്ത് ചെയ്ത് സെയിൽ ചെയ്തപ്പോൾ എത്ര കിട്ടി? 200 കിട്ടി. അപ്പോൾ എത്ര വരും? 2,466.67. ഇത് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം? ട്രാൻസ്ഫേർഡ് ടു
കോസ്റ്റിംഗ് P&L അക്കൗണ്ട് എന്ത് പറഞ്ഞ് എഴുതിയാൽ മതി? അബ്നോർമൽ ലോസ്. അത്രേ ഉള്ളൂ. നമ്മൾ ഓൾറെഡി ഇത് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ? പ്രോസസ് അക്കൗണ്ടിൽ അബ്നോർമൽ ലോസ് അക്കൗണ്ട് വരക്കാറില്ലേ? പ്രോസസ് അക്കൗണ്ട് അല്ലെങ്കിൽ പ്രോസസ് അക്കൗണ്ടിൽ വേണമെന്നില്ല, എവിടെയും പറയാം. അബ്നോർമൽ ലോസ് വന്നാൽ ഡെബിറ്റ് ബാലൻസ് ആണോ ക്രെഡിറ്റ് ബാലൻസ് ആണോ? ഡെബിറ്റ് ബാലൻസ്. എത്ര ഡെബിറ്റ് ബാലൻസ് വരും? 2666.67. എന്നിട്ട് വിറ്റാൽ എന്ത് എഴുതും? ബൈ ക്യാഷ് എത്ര വരും? 200. എന്നിട്ട് ബാലൻസിങ് ഫിഗറാണ് എത്ര വരിക? 2466.67. എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യും? ബൈ P&L അക്കൗണ്ട്. ഇതും കൂടെ വരച്ച് വെച്ചോളൂ കേട്ടോ, ഫോർ പെർഫെക്ഷൻ ആയിട്ട്. അടുത്ത ഏതാണ്? സി. അപ്പോൾ നമ്മുടെ ഈ ഒരു കാൽക്കുലേഷന് പറ്റൂല, എന്നാലും അവിടെ കിടന്നോട്ടെ. സി വായിച്ചോ. സി 15,000 റുപ്യ ഇൻവോയ്സ് പ്രൈസ് എത്ര? 15,000. അത് ഞാൻ അങ്ങനെ യൂണിറ്റും കൂടെ എഴുതുന്നുണ്ട് ഇവിടെ കേട്ടോ. അപ്പോൾ ഇതുപോലെ എത്ര ഫോർ എത്ര യൂണിറ്റിനാണ്? 120 കിലോഗ്രാം. ഇനി വേറെ രസമുണ്ടായി. ഇങ്ങോട്ട് എത്തിയിട്ട് സ്റ്റോറിലെത്തിയപ്പോൾ സാധനം കൂടി. അങ്ങനെ ഉണ്ടാവുമോ പ്രാക്ടിക്കലി? സാധനം മേടിച്ചിട്ട് ഇവിടെ എത്തുമ്പോൾ കൂടും. മരത്തടിയൊക്കെ അല്ലേ? മരത്തടി അത് നിങ്ങൾ മേടിച്ചിട്ട് ഇവാപ്പറേഷൻ എന്നല്ല പറയുന്നതാണ്, വരുമ്പോൾ വെറ്റാവില്ലേ? പിന്നെ മഴ കൊള്ളണമെന്നില്ല, മഴ പുറത്ത് പെയ്താൽ എന്ത് ചെയ്യും? കൂടും. അതുപോലെ കോട്ടൺ ഇല്ലേ, കോട്ടൻ്റെ മോയ്സ്ചറൈസ് വന്നിട്ട് എന്ത് ചെയ്യും? അത് എന്ത് ചെയ്യും? കൂടും. ഓക്കെ അല്ലേ? പ്രാക്ടിക്കലി ഉള്ളതാണ്. യെസ്. അപ്പോൾ എത്രയാണ് കൂടുന്നത് ഇവിടെ? 30 കൂടിയിട്ട് എത്രയാവും? ഓക്കെ. അപ്പോൾ നോർമൽ ഗെയിൻ എന്നതിന് പറയാം, ആഡ് ചെയ്യണം. എന്താ പറയുക? നോർമൽ ഗെയിൻ എത്ര യൂണിറ്റാണ്? 30 കിലോഗ്രാം കൂടിയിട്ടുണ്ട്. എന്നിട്ട് എത്രയായിട്ടുണ്ട്? 150 കിലോഗ്രാം. അപ്പോൾ എമൗണ്ട് എത്ര വന്ന്? 15,000. ഓക്കെ. പെർ യൂണിറ്റിന് എത്ര വരാം? 15,000 ഡിവൈഡഡ് ബൈ അവിടെ വരൂടാ, അങ്ങനെ വരും. നിങ്ങളെ അംഗീകരിക്കില്ല. യെസ്. ഓക്കെ. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയാക്കാം. 120 ആടിനെ നമ്മൾ മേടിച്ചു. അതങ്ങൾ ചിരിച്ചല്ല, അന്ന് നമ്മൾ പറഞ്ഞിരുന്നല്ലേ. 120 ആടിനെ എവിടുന്ന് മേടിച്ചു? നമ്മൾ രാജസ്ഥാനിൽ കൊണ്ടുവരാം, രാജസ്ഥാൻ മരുഭൂമിയിൽ. ഓക്കെ അല്ലേ? എങ്ങോട്ട് എത്താൻ എന്ത് ചെയ്യും? നടത്തിച്ചിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ വന്ന് ഇവിടെ എത്തുമ്പോൾ എന്തായി? കുറേ ആൾ പ്രഗ്നൻ്റ് ആയിരുന്നു, അവിടുന്ന് തന്നെ ആയതാണ്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ എത്ര കുട്ടികളായി ഇടയിൽ? ഡെലിവറി കഴിഞ്ഞ് എത്രയായി? 30. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അവിടുന്ന് മേടിക്കുമ്പോൾ എത്ര റുപ്യ കൊടുത്ത് നമ്മൾ ഒരാടിന് അടിച്ച? 15,000 ഡിവൈഡ് ബൈ 120 അടിക്കും. 15,000 ഡിവൈഡ് ബൈ 120 എത്ര കൊടുത്ത്? 125 കൊടുത്തു. ഇവിടെ എത്തുമ്പോൾ കോസ്റ്റ് എത്രയായി? 100 കുറഞ്ഞു. ഓക്കെ അല്ലേ? ഇൻറ്റു 100 അടിക്കുക. അപ്പോൾ എത്ര വരും? 200. ടോട്ടൽ ചെയ്താൽ എത്ര വരും? ഇതാണ് ടോട്ടൽ മെറ്റീരിയൽ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഏതാ? എക്സ്. എത്ര പറഞ്ഞു? 6.7. ഓക്കെ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? നൈസ്.